ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു വെറൈറ്റി പൂക്കളുമായിട്ടാണ് നിങ്ങളെ മുന്നിൽ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഈ കളർ കുറേ ഞാൻ ആക്കുന്നുണ്ട്, ഒരു കളർ മാത്രമൊന്നുമല്ല. അപ്പം അത് നമുക്ക് കാണാം. ഇതാ ഇങ്ങനെയുള്ള പൂക്കളാണ് ഞാനിപ്പോൾ ആക്കുന്നത്. ഇങ്ങനെയുള്ള പൂക്കൾ കണ്ട, ഒന്ന് ഞാനിപ്പോൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി വേറെ ഞാൻ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് അളവ് അങ്ങനെ കൃത്യമായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നീളത്തിലെടുക്കുക. ചെറുതാ വേണ്ടിക്കൽ ചെറുതാക്കുക, വലുതയിലും വണ്ണത്തിൽ വേണ്ടിക്കൽ അങ്ങനെയാക്കുക. അപ്പം ഞാനിത് ഇപ്പം ഇത്രയും നീളത്തിലാണ് എടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് എങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ ഇതിനെ നമുക്ക് ഇതേ മോഡലിൽ നമുക്ക് മുറിച്ചെടുക്കുക. ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ മുറിക്കുക. കണ്ടല്ലോ, കാണുന്നില്ലേ? ഇങ്ങനെ മുറിച്ചെടുക്കുക. പിന്നെ ഈ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചൊരു നീളത്തിൽ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കുക. മടക്കിയതിൻ്റെ ശേഷം ഇങ്ങനെ നീർത്തി വെച്ച് എന്നിട്ട് ഇതേപോലെ നമ്മൾ മുറിച്ചെടുക്കണം. ഇതേപോലെ മുറിച്ചെടുക്കുക. ഇതാ 1 3 പീസായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ലൈറ്റർ എടുക്കുക. ലൈറ്റർ എടുത്തിട്ട് ഇതാ ഇതിനെ ഇങ്ങനെ തീയിൽ കാണിക്കുമ്പോൾ അത് നല്ല ഷേപ്പിൽ ഇങ്ങനെ വരും. ഇതാ വന്നല്ലോ. അപ്പോൾ ഇനി തിരിച്ച് മറ്റേ ഭാഗം എടുക്കുക. അപ്പോൾ അതിന് നമ്മൾ ലൈറ്ററിനെ കൊണ്ട് ഇങ്ങനെ ചൂടാക്കുക. അപ്പോൾ ചൂടാക്കുമ്പോൾ അതും അതേപോലെ ഇതാ ഇങ്ങനത്തെ ഷേപ്പിൽ വരും. കണ്ട? അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ആക്കിയെടുക്കട്ടെ. അത് നമുക്ക് എത്ര പീസ് വേണ്ടിക്കലും എടുക്കാം. 10 പീസ് വേണ്ടിക്ക് 10 പീസ് എടുക്കുക, 20 വേണ്ടിക്ക് 20 എടുക്കുക, 6 മതിയെങ്കിൽ 6 എടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയെല്ലാം ഇതാ ഇവിടെ എല്ലാം റെഡിയാക്കി ഇതാ എടുത്തിട്ടുണ്ട്. ഇത്രയും പീസുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതെല്ലാം ഇതേപോലെ ആക്കി എടുത്തിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഞാൻ എല്ലാം ആക്കി എടുത്തിട്ട് വരാം. ഇതേപോലെ ആക്കി എടുക്കട്ടെ. അപ്പം ഞാനിതാ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ട, എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഓരോന്നോരോന്നായിട്ട് ഇനിയിപ്പം ഇതിൻ്റെ മുകളിലാണ് ഈ കുപ്പിയാണ് ഞാൻ ഈ പ്രാവശ്യം എടുത്തിട്ടുള്ളത്. ആ കുപ്പീൻ്റെ മുകളിൽ വേണം നമുക്കിത് എല്ലാം ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ ഒന്നട വെച്ചു. കണ്ടല്ലോ. അപ്പോൾ നല്ലവണ്ണം ഇങ്ങനെയാക്കുക. എന്നിട്ട് നമ്മളെ പശയുണ്ടല്ലോ, ആ പശേനെ നമുക്ക് ഇവിടെ തേച്ച് കൊടുക്കുക. ഓക്കെ. അപ്പോൾ എന്നിട്ട് അടുത്തും വെക്കുക. നമ്മളിവിടെ നേരത്തെ മടക്കിയിട്ടാണല്ലോ മുറിച്ചത്. ആ മടക്കിൻ്റെ അടുത്ത് വേണം. ഇതാ കാണുന്നില്ലേ? ആ മടക്കി ഇങ്ങനെ മടക്കിയിട്ടില്ലേ ഞാൻ, ഈ മടക്കിൽ വേണം നമുക്ക് വെക്കാൻ. അപ്പോൾ ഞാൻ ആ പശ വെച്ച് അതിന് കണക്കായിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അവിടെ നല്ലോണം ഒട്ടിച്ച പോലെയായിട്ട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചോളുക. അപ്പോൾ അതവിടെ ക്ലിയറായിട്ട് നിന്നോളൂ. അപ്പോൾ ഇനി അടുത്ത് പശയാക്കിയിട്ട് അടുത്തോ നോക്കുക. ഉള്ളിലേക്ക് ഇങ്ങനെ അമർത്തിയങ്ങ് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് അവിടെ നിന്നോളൂ. ഇനി അടുത്ത പശയാക്കിയിട്ട് അടുത്തേനെ വെക്കുക. അടുത്ത പശയാക്കി. അപ്പോൾ നമുക്ക് അടുത്തവും കൂടി അടുത്ത് തന്നെ വെച്ച് കൊടുക്കുക. കണ്ട? അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അവിടെ നിന്നോളൂ. ഇതന്നെ പരിപാടി. ഇത് നമ്മൾ തുടർന്നു കൊണ്ട് ചുറ്റോടി ചുറ്റും വെച്ചോളുക. അപ്പോൾ ഞാൻ എല്ലാം വെച്ചിട്ട് വരാം. അപ്പോൾ ഇതാ ഒരു ട്രിപ്പിൻ്റെ ലാസ്റ്റിലത്തെ ഇത് വെക്കുന്നുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് ആദ്യം വെക്കണം ഇതിന് കണക്കായിട്ട്. കണ്ട? എന്നിട്ട് ഉള്ളിലേക്ക് നല്ലോണം അങ്ങ് അമർത്തി കൊടുത്താൽ മതി. അപ്പം അതവിടെ നിന്നോളൂ. കണ്ടല്ലോ? ഇതേപോലെ നമുക്കെല്ലാം. പിന്നെ ഇനി അടുത്ത ഇനി ഇവിടെയാണ് വെക്കണ്ട്. പിന്നെ ഇങ്ങേപ്പുറത്ത് അങ്ങനെ അങ്ങനെ ഗ്യാപ്പ് വിട്ട് വെച്ചോളൂ നമ്മൾ. ഇതെല്ലാം ഞാനിങ്ങനെ ഒട്ടിക്കുന്ന കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ഒട്ടിച്ച് ഫുള്ളിങ്ങനെ ഒട്ടിക്കുന്നത് കാണിക്കാണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഫുൾ ഒട്ടിക്കുന്ന ഞാൻ അങ്ങനെ തന്നെ കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് വെറുതെ ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്
ഞാൻ അങ്ങനെ കാണിക്കാത്തതാണ്. മറ്റേ നിങ്ങൾ വിചാരിക്കേണ്ട അതെന്താ കാണിക്കാത്തത്. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് മടക്കിയെടുത്തേ കൂടി നമുക്ക് ഒട്ടിച്ചൊട്ടിച്ച് പോകാം. എന്നിട്ട് എല്ലാം ഒട്ടിക്കട്ടെ. എന്നാൽ മനസ്സിലായല്ലോ ഇപ്പം എല്ലാവർക്കും എങ്ങനെയാണെന്നുള്ളത്. ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതാ ഗൈസ്, ഞാനെല്ലാം ഇതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഒരു കവറ് ചെയ്യണം. ഇതേപോലെ ഇതിൻ്റെ ഹോൾസ് അടച്ച് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് എടുക്കട്ടെ. ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിന് വെച്ച് നോക്കാം. അപ്പോൾ അത് പാകം. അപ്പോൾ അതിൻ്റെ 4 ഭാഗവും നമുക്ക് പശ തേച്ച് കൊടുക്കണം. ഈ സ്ഥലത്ത് നമുക്ക് പശ തേച്ച് കൊടുക്കണം. എന്നിട്ട് അതിനെ അവിടെ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ടാണ് ഇനി ഉള്ളിൽ കുറച്ചുകൂടി പരിപാടിയുണ്ട്. ഇതിനെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ പശയാക്കി റിബണിൻ്റെ നല്ല ഭാഗം നോക്കുക. അതിനെ നമുക്ക് മേലെ വെക്കുക. എന്നിട്ട് ഇതാ ഒട്ടിച്ച് കൊടുത്തേക്കുക. ഓക്കെ. ഒട്ടിച്ച്. അപ്പോൾ ബാക്കിയുള്ള പീസുകളെ നമുക്ക് മുറിച്ച് കളയണം. ഈ ബാക്കി വരുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള, ഇതിനെ നമുക്ക് ഇങ്ങനെ കഷ്ണം ആക്കി കളഞ്ഞാലാണ്, ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ കഷ്ണമാക്കി എല്ലാ ഭാഗവും ഒരേപോലെ മുറിച്ച് പീസാക്കി വൃത്തിയാക്കി വെച്ച്. ഇനി നമുക്കതിനെ ഒന്ന് ഉരുക്കി നല്ല ഇതാക്കി കളയണം. ഇല്ലെങ്കിൽ ഇത് നൂല് വലിഞ്ഞിട്ട് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് ഉരുക്കി ക്ലിയറാക്കണം. ഓക്കെ, കണ്ടീഷനായി. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. കണ്ടീഷനായല്ലോ. ഇനി തിരിച്ചിടട്ടെ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ പൂക്കളെ ഞാൻ തിരിച്ചിട്ടിട്ട് കാണിച്ചു തരാം. എൻ്റെ പൂക്കളല്ലേ, പൂക്കൾ 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 ഞാൻ ഒട്ടിച്ചവരെ എല്ലാം തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾക്ക് എടുക്കേണ്ടത് ഈ സാധനത്തിന്. വരൂ 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 വരൂ. ഇതാ. അപ്പോൾ ഇതാ കണ്ടല്ലോ, വന്നില്ലേ? അടിപൊളിയായിട്ട് വന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി ദളങ്ങളെ വേണ്ടിക്കൽ പിടിപ്പിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ഞാൻ പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള ഈ ആക്കിയിട്ടില്ലേ, ഇതിന് ഞാൻ പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണ്ടിക്കൽ ഇതിൻ്റെ ഉള്ളിൽ ഇനിയും ദളങ്ങളെ വേണ്ടിക്ക് പിടിപ്പിച്ചു കൊടുക്കാം. വേണ്ടെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ കണ്ടല്ലോ എൻ്റെ പൂ. അപ്പോൾ അതും കൂടി പിടിപ്പിക്കുന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നേക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ദളങ്ങൾ പിന്നെയാണ് പിടിപ്പിക്കുന്നത്. അതിന് വേണ്ടി ഇതാ ഇത്രയും നീളത്തിലുള്ള പീസുകൾ 6-7 എണ്ണം മുറിച്ചെടുക്കണം. ഇങ്ങനെ ഇതാ ഇതേപോലെ 6-7 പീസ് ഞാൻ മുറിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ മുറിച്ചെടുത്തേനെ ഇങ്ങനെയാക്കുക. അപ്പോൾ ഇങ്ങനെയാവും. എന്നിട്ട് ഇങ്ങനെയും വെച്ച് ഇങ്ങനെയാക്കുക. അപ്പോൾ ഒരു ദളമായി മാറി. അപ്പോൾ ഈ ദളത്തിനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് കുറച്ച് പശ എടുത്തിട്ട് ഇവിടെ വെക്കുക. എന്നിട്ട് ഈ ഭാഗം ഇതിനെ ഇങ്ങോട്ടേക്ക് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ദളമായി മാറിയില്ലേ അത്? ഇങ്ങനെ വേണം നമുക്ക് മൊത്തമാക്കി എടുക്കാൻ.
ആ 6-7 പീസ് ഞാൻ എടുത്ത് എന്നിട്ട് ഇതാ ഇവിടെ ഒന്ന് ഉരുക്കി കൊടുക്കുക. അപ്പോൾ ക്ലിയറായി. ഇതേപോലെയാണ് എടുക്കേണ്ടത്. അങ്ങനെ ഞാൻ എല്ലാം എടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ അകത്ത് ഒട്ടിക്കുന്ന ദളങ്ങളെല്ലാം ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ട, ഇനി നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എടുക്കുക. എടുത്തിട്ട് നമ്മൾ ഓരോ ദളങ്ങളെ പിടിപ്പിക്കാൻ പശ അവിടെ തേച്ച് കൊടുക്കുക. മറ്റുള്ള ദളങ്ങൾക്കൊന്നും തട്ടാൻ പാടില്ല ഗൈസ്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ ഒരു ദളത്തിനെയാണ് പിടിപ്പിച്ച്. കണ്ട, ഇതേപോലെയാണ് നമുക്ക് പിടിപ്പിച്ച് കൊടുക്കേണ്ടത്. ഒന്നാടെ പിടിച്ചില്ലേ? അതേപോലെ ഇനി നമുക്ക് അടുത്തേനെയും പിടിപ്പിച്ച് കൊടുക്കുക. കണ്ട, അപ്പോൾ അടുത്ത് പശയാടി ഒട്ടിക്കുക. പശ ഒട്ടിച്ച് അപ്പോൾ അടുത്ത ദളങ്ങളി അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ പശയിൽ അതവിടെ ഒട്ടി നിന്നോളൂ. കണ്ടല്ലോ, 2 എണ്ണത്തിനെ ഞാനിപ്പോൾ അടി ഒട്ടിച്ച്. 2 എണ്ണം. ഇനി അടുത്ത 3-മത്തെ. അപ്പോൾ 3-മത്തെ ദളത്തിന് ഞാനവിടെ എടുത്ത് വെക്കുന്നുണ്ട്. 3-മത്തെ ആളെയും അവിടെ എടുത്ത് വെച്ചു. കണ്ടല്ലോ, ഇതേപോലെ നമുക്ക് എല്ലാവരെയും എടുത്തവിടെ വെക്കണം. താഴോട്ടാണേ, ഇത് മേലോട്ടായി പോകുന്നുണ്ട്. കാണുന്നില്ല ശരിക്കും എനിക്ക്. വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ള ഇതാ വെച്ച്. അപ്പോൾ ഞാൻ എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആക്കിയ പൂക്കൾ ഞാൻ കാണിച്ചു തരാം. ഇത്രയും പൂക്കൾ ഞാനിതാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നോ? കണ്ട, അടിപൊളിയല്ലേ ഗൈസ്? ഈ പൂക്കളെല്ലാം സൂപ്പറല്ലേ? ഇത് കറുപ്പ് കളറായതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല അല്ലേ? അപ്പോൾ ഇത്രയും പൂക്കളാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സപ്പോർട്ടും തരുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഞാൻ മറ്റൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.